കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ഹരികുമാർ ചേരുകയാണ്. ഹരികുമാർ, പി.വി. അൻവർ വളരെ ശക്തമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ, വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പി.വി. അൻവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്? സൈമ, പി.വി. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. താനല്ല വഞ്ചകൻ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ വഞ്ചകൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് പി.വി. അൻവർ. വി എസിനെ വഞ്ചിച്ചത് മുതൽ ഇങ്ങോട്ട് വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള വഞ്ചനയുടെ പട്ടിക നിരത്തിയാണ് അൻവർ തന്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേര പോലും ഒരു വഞ്ചനയുടെ ഫലമാണ്. വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ച അതിന്റെ ഫലമാണ് മുഖ്യമന്ത്രി കസേര എന്നതടക്കം പറയുന്നു. CAA വിഷയത്തിൽ CAAയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രി വഞ്ചിച്ചു. ഇതിനു പുറമെ കർഷകരുടെ ഭൂമി ജപ്തി ചെയ്ത് കർഷകരെ മുഖ്യമന്ത്രി വഞ്ചിച്ചു. ശബരിമല വിഷയത്തിൽ ഹൈന്ദവ വിഭാഗത്തെ മുഖ്യമന്ത്രി വഞ്ചിച്ചു. ശശിയും അജിത് കുമാറും അടക്കമുള്ളവരുടെ നെക്സസ് രൂപപ്പെട്ടത് മുഹമ്മദ് റിയാസിന്റെ വരവോടുകൂടിയാണ്. ഇത്തരത്തിൽ വളരെ വിവാദമായ പരാമർശങ്ങളും ആരോപണങ്ങളുമാണ് പി.വി. അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും അടക്കമുള്ളവരുടെ മറുപടി വരേണ്ടിയിരിക്കുന്നു. താനല്ല വഞ്ചകൻ, യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വഞ്ചകൻ എന്ന ഒരു കടുത്ത ഭാഷയിൽ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ സമയത്ത് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം തന്നെ ഉടലെടുക്കും എന്നുറപ്പാണ്. ശരി ഹരികുമാർ, നിലമ്പൂരിൽ പി.വി. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഹരികുമാർ ആയിരുന്നു.